അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ ദുൽഹിജ്ജ ഇന്ന് 30-ാം ദിവസമാണ്. അതായത് വർഷത്തിലെ ഒടുവിലെ ദിവസമാണ്, ഒരു വർഷത്തിലെ അവസാനത്തെ ദിവസമാണ്. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് തുടക്കവും ഒടുക്കവും നന്നാവുക എന്നുള്ളത്. നമ്മുടെ തുടക്കം നന്നാക്കണം, ഒടുക്കവും നന്നാക്കണം. ഒരു വർഷം മുഴുവനായും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവപാവങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല കരിച്ചു കളയണം. അതിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച, മഹാന്മാർ ചൊല്ലിയ അത്ഭുത പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ ഓതി കേൾപ്പിക്കാം. ഈ പ്രാർത്ഥന എൻ്റെ കൂടെ നിങ്ങളും ചൊല്ലണം. 3 തവണ ഓരോരുത്തരും ചൊല്ലണം. അതായത് ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ ദിവസം, വർഷത്തിലെ അവസാനത്തെ ലാസ്റ്റ് എൻഡ് ഡേ, ഈ പ്രാർത്ഥന വർഷത്തിലെ അവസാനത്തെ ദിവസം 3 തവണ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, മഹാന്മാർ പറയുന്നു, ശൈത്വാന് പറയുമത്രേ, അതായത് ഈ മനുഷ്യനെ നാം ഒരു വർഷത്തോളം എന്തെല്ലാം ഹറാമുകളിൽ, എന്തെല്ലാം കുടുക്കുകളിൽ ഞാൻ അവനെ പെടുത്തി, പക്ഷെ അദ്ദേഹം അവസാനം രക്ഷപ്പെട്ടു. ഞാൻ ഇതുവരേക്കും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച സർവ്വ തിന്മകൾ റബ്ബ് പുറത്തു കൊടുത്തുവല്ലോ എന്ന് അവൻ കരയുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു വർഷത്തിൽ കഴിഞ്ഞുപോയ സർവ്വ തിന്മകൾ മായ്ച്ചു കളയാൻ, അല്ലാഹു തആല പൊരുത്തപ്പെടാൻ ഈ ഒരു പ്രാർത്ഥന അതിന് കാരണമാണ്. ശൈത്വാന് വരെ അട്ടഹസിച്ച് കറയും ഈ മനുഷ്യന് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അത്രയും മഹത്വമുള്ള ഈ ഒരു പ്രാർത്ഥന എൻ്റെ കൂടെ ഞാൻ പറയുന്നത് പോലെ എല്ലാവരും 3 തവണ ചൊല്ലണം. ഞാൻ 1 തവണ പറഞ്ഞു തരാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതാണ് ആ പ്രാർത്ഥന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وصحبه وسلم. اللهم ما عملت من عمل في السنة الماضية مما نهيتني عنه فلم أتب منه ولم ترضى، ونسيته ولم تنسه، وحلمت عني مع قدرتك على عقوبتي، ودعوتني إلى التوبة بعد جراءتي عليك. اللهم إني أستغفرك منه فاغفر لي. اللهم وما عملت من عمل ترضاه ووعدتني عليه الثواب والغفران فتقبله مني ولا تقطع رجائي منك يا كريم يا أرحم الراحمين. وصلى الله تعالى على سيدنا محمد وآله وصحبه وسلم. ഈ ഒരു പ്രാർത്ഥന എല്ലാവരും 3 പ്രാവശ്യം സ്ക്രീനിൽ നോക്കി തന്നെ ചൊല്ലണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.